ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയാലോ. ദോശയുടെയോ ഇഡ്ഡലിയുടെയോ മാവ് ഉപയോഗിച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. കുഴിപ്പനിയാരം എന്നാണ് ഈ സ്നാക്സിൻ്റെ പേര്. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാം. ആദ്യം തന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കാനിട്ടിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഉഴുന്നുപരിപ്പ് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാളയുടെ കൂടെ തന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇവയൊക്കെയും ചെറുതായി അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് ഏകദേശം വഴന്ന് വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അധികം മൂപ്പ് വേണ്ട, ബ്രൗൺ കളർ ആവേണ്ട, ഒന്ന് ഇതിൻ്റെ ഇത് മാറിയാൽ മാത്രം മതി. ഇതിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ദോശക്കൂട്ടിന് അല്ല ഇഡ്ഡലിക്കൂട്ടിന് ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് ഈ മസാലക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈ റെഡിയായ ഈ മസാലക്കൂട്ട് നമുക്ക് ഈ പനിയാരം ഉണ്ടാക്കേണ്ട കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ഏകദേശം റെഡിയാവാനായിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങിയിട്ട് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആണ് നമുക്കിത് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഈ ചാനൽ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സഹകരിക്കുക. അപ്പോൾ നമുക്കിത് ചുടാൻ ആവശ്യമായത് നമ്മൾ ഉണ്ണിയപ്പം ചുടുന്ന പാത്രം ആണ്. ഇതിനായിട്ട് തന്നെ പാത്രം വാങ്ങാനുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഈ ഉണ്ണിയപ്പച്ചട്ടിയാണുള്ളത്. ഇൻഡാലിയത്തിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ്. ഇതിനധികം ഓയിലൊന്നും വേണ്ട, കുറച്ച് മാത്രം അടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കുക വേണ്ടേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നമ്മൾ ഇഡ്ഡലിയോ അല്ലെ ദോശക്കോ കൂട്ട് ബാക്കിയുണ്ടായാൽ വൈകുന്നേരം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സാണ്. അപ്പോൾ ഇത് ഓരോ കയ്യിൽ കോരി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 കപ്പ് ഇഡ്ഡലി മാവാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 10-14 പണിയാരം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് ചുട്ടതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ വേഗം ഇത് ആയിപ്പോവും. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു ഭാഗം റെഡിയാകുമ്പോൾ ഇതിൻ്റെ അടിഭാഗം തിരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെഡിയായത് നമ്മൾ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ കഴിക്കാൻ നല്ല സ്വാദുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി.